എന്താ വരും നിന്റെ പ്രശ്നം? ഞാൻ ഓഫീസിലാണുള്ളത്. എടാ ഞാൻ എന്തായാലും വരാൻ ഇന്നലെ കുറച്ച് ലേറ്റ് ആകും. നീ പറയുന്നത് മനസ്സിലാക്ക്. ഇല്ല, വീഡിയോ കോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നീ ഫോൺ വെച്ചേ. ആഹാ താതിര് പോയില്ലോടൂ. ഇല്ലടാ, കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ട്. വന്നിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ, ഇത്ര ആത്മാർത്ഥത. അതൊന്നുമല്ല. പ്രണയാകുമ്പോൾ അങ്ങനെയൊക്കെയാടോ, കുറച്ച് പൊട്ടലും ചുറ്റലൊക്കെ ഉണ്ടാവും. വിട്ട് കളയുന്നേ. അല്ലാതെ എന്ത് വിട്ടുകളാണ് നീ പറയുന്നത്? എനിക്ക് അറിയാൻ പറ്റുന്ന ചോദിക്കോ, നിങ്ങൾ ആമ്പിള്ളേർക്ക് എല്ലാം ഒരേ സ്വഭാവമാണോ? അതെന്തോടോ അങ്ങനെ ടോക്ക്? അല്ല, വരുൺ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആമ്പിള്ളേർക്ക് എല്ലാം ഒരേ സ്വഭാവമാണ്, ആമ്പിള്ളേർക്ക് മാത്രമേ ആമ്പിള്ളേരുടെ സ്വഭാവം മനസ്സിലാവത്തുള്ളൂ, നിങ്ങളൊക്കെ മിണ്ടുന്ന ഒരൊറ്റ ഉദ്ദേശം വെച്ചിട്ടാണ്. ആദ്യം അങ്ങനെ തന്നെയാണോ? ഇപ്പം അത് ശരിക്കും പ്രശ്നം. എനിക്കൊരൊറ്റ ബോയ്സിനോട് മിണ്ടാൻ പറ്റത്തില്ല. ഞാൻ ആരോടും മിണ്ടിയാൽ എനിക്ക് സംശയമാണ്. ആരെയും ഫോൺ ചെയ്യാൻ പറ്റത്തില്ല, ആരുടെയും കൂടെ പോകാൻ പറ്റത്തില്ല, എല്ലാത്തിനും അവന് സംശയമാണ്. ഇതുകൊണ്ടാണെന്ന് ഇയാളെ ചോദിച്ചാൽ ആണുങ്ങളെല്ലാം ഒരേപോലെ ആണെന്ന്. അത് ശരി, അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതെ, എനിക്കും ഉണ്ട് പെണ്ണും പിടക്കോഴിയൊക്കെ, കേട്ടാ. ഇതുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സംഭവിച്ചിട്ടില്ല. സംശയമോ ടോക്സിക്കോ ഒന്നും ഉണ്ടായിട്ടില്ലടോ. എടോ സത്യമായിട്ടും ഞങ്ങളുടെ ഇടയിലേ ഞങ്ങളുടെ നമ്പർ സേവ് ഒക്കെ നിങ്ങളെന്നറിയാമോ? വേഴാമ്പൽ. വേഴാമ്പലോ? ആടോ, ഈ വേഴാമ്പലിൻ്റെ പ്രത്യേകത ഉണ്ട്. ഒരു സഖി ഒരു ജീവിതം. അതിൻ്റെ അണ പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ അണയില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എൻ്റെ ആദി, ഇതൊക്കെ ഡയലോഗ് അടിക്കാൻ കേൾക്കാനൊക്കെ നല്ല രസമാണ്, പക്ഷെ ജീവിതത്തിൽ ഇങ്ങനൊന്നും അല്ല. ശേ, താൻ തൻ്റെ ഇത് വെച്ച് മാത്രമോടെ നോക്കുന്നേ. എല്ലാവരുടെയും അങ്ങനെയല്ല. ശരി ശരി, മനസ്സിലായി. ഞാൻ പറഞ്ഞുതരാം. എല്ലാ ആണുങ്ങളും ഒരേപോലെ അല്ലടോ, സത്യമായിട്ടും. ആത്മാർത്ഥത്തോടെ ഒരാളുണ്ടെങ്കിൽ പിന്നെ നമുക്കത് മതി, വേറെ ഒരു ആവശ്യമില്ല. എന്താ എൻ്റെ കുട്ടിയുടെ പേര്? ഗൗരി. ഗൗരി അപ്പൊ ഭാഗ്യവതിയാണല്ലോ. ഇടയ്ക്കിടയ്ക്ക് അവളും പറയാനുണ്ട് അവൾക്ക് ഭയങ്കര ഭാഗ്യമാണ്. അതെ, എൻ്റെ ഭാഗ്യം വിളിക്കുന്നു. ഞാൻ ഇറങ്ങുന്ന സമയമായി, ഞാൻ ഇറങ്ങട്ടെ. പിന്നെ ഒരു കാര്യം, റിലേഷൻഷിപ്പ് ആയാലും എന്തായാലും ഈ 100% അറ്റാച്ച്മെന്റ് വേണ്ട, അനുഭവം കൊണ്ട് പറയാം. എന്നാ ശരി, ഞാൻ അങ്ങ് വിട്ടേക്കട്ടെ. ഇത് ചുമ്മാ എന്ത് ഈ പറയുന്നത്? എനിക്ക് വയ്യ, ചുമ്മാ ഫോൺ വെച്ചിട്ട് പോയെ. എനിക്ക് ദേഷ്യം വരും. വന്നോ? നീ എത്ര ലേറ്റ് ആയേ? അവിടെ കുറച്ച് വർക്ക് പെയിന്റിംഗ് ഉണ്ടായിരുന്നില്ല, സോറി. നീ ഇപ്പൊ ഒറ്റയ്ക്കായിരുന്നു ഇത്ര നേരം? ഇല്ലടി, നമ്മുടെ ഓഫീസിൽ ആദിത്യനുണ്ടായിരുന്നു കൂടെ. ആദിത്യനോ? അവനോട് കുറച്ച് നേരം സംസാരിച്ചോണ്ടെങ്കിരുന്നു. എന്താ സംസാരിച്ചോ? അവന്റെ ലവ് സ്റ്റോറിയും അങ്ങനെ ഓരോന്നൊക്കെ കേട്ടോണ്ടെങ്കിരുന്നു. ലവ് സ്റ്റോറിയോ? ആ. ഏത്? മറ്റേ ഗൗരി കുട്ടിയുമായിട്ടുള്ളത്. അതിന് ഗൗരി മരിച്ചിട്ട് 5 വർഷമായില്ലേ? 5 വർഷം? ആ. ഒരു സഖി ഒരു ജീവിതം. അതിൻ്റെ അണ പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ അണയില്ല. ആത്മാർത്ഥത്തോടെ ഒരാളുണ്ടെങ്കിൽ പിന്നെ നമുക്കത് മതി, വേറെ ഒരു ആവശ്യമില്ല.